നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോകമെമ്പാടും പുണ്യ റമദാൻ വ്രതാരംഭത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏറ്റവും അനുഗ്രഹീതവും പുണ്യവും ആത്മീയവുമായ മാസമാണ് റമദാൻ. ജോലിസ്ഥലത്തും സ്കൂളുകളിലും പ്രത്യേക ക്രമീകരണങ്ങൾ. സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം മോദി സർക്കാർ. ഇക്കാര്യം കേന്ദ്ര ധനകാര്യ കമ്മീഷനോട് നിർദ്ദേശിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഉത്തര കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തി. ശത്രുക്കൾക്കുള്ള മുന്നറിയിപ്പെന്ന പേരിൽ കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ മേൽനോട്ടത്തിലായിരുന്നു മിസൈൽ പരീക്ഷണം. ചൈനയിൽ നിന്നുള്ള ചരക്കുകൾക്ക് പുതിയതായി 10% താരിഫ് ഏർപ്പെടുത്താൻ പദ്ധതിയിടുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ മാസം ആദ്യം ചൈനയ്ക്ക് മേൽ ചുമത്തിയ താരിഫിന് പുറമെയാണ് ഈ പുതിയ താരിഫ് ചുമത്തൽ. അഴിമതി തടയാൻ പുതിയ മാർഗം നിർദ്ദേശിച്ച് ഇലോൺ മസ്ക്. US കോൺഗ്രസ് അംഗങ്ങൾക്ക് ശമ്പള വർധനവ് നടപ്പാക്കണമെന്ന മസ്കിന്റെ നിർദ്ദേശം. യുഎസും യുകെയും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ വളരെ വേഗത്തിൽ സംഭവിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സർക്കാർ സ്റ്റാർമറുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ. പ്രൊബഷണറി ഫെഡറൽ ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിന് തടയിട്ട് US ജഡ്ജ്. ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം താൽക്കാലികമായി തടഞ്ഞത് വടക്കൻ കാലിഫോർണിയയിലെ ഫെഡറൽ ജഡ്ജ്. UAE സെൻട്രൽ ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനമായ അൽ ഇത്തിഹാദ് പേയ്മെന്റ്സ് രാജ്യത്തെ ആദ്യത്തെ ആഭ്യന്തര കാർഡ് സ്കീമായ ജയ്വാൻ പുറത്തിറക്കി. ദേശീയ പേയ്മെന്റ് സംവിധാനം UAEക്കും സ്വന്തം. പുതിയ സെബി ചെയർമാനായി നിലവിലെ ധനകാര്യ സെക്രട്ടറിയും IAS ഉദ്യോഗസ്ഥനുമായ തുഹിൽ കാന്ത പാണ്ഡെയെ നിയമിച്ചു. നിയമനം മാധബി ഭുജിന്റെ പ്രവർത്തന കാലാവധി അവസാനിച്ചതോടെ. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും പുണ്യ റമദാൻ വ്രതാരംഭത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏറ്റവും അനുഗ്രഹീതവും പുണ്യവും ആത്മീയവുമായ മാസമാണ് റമദാൻ. ഇത് ഇസ്ലാമിക ചാന്ദ്ര കലണ്ടറിലെ 9ാം മാസമാണ്. ഈ മാസത്തിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിം വിശ്വാസികൾ വ്രതാനുഷ്ഠാനങ്ങളോടെ പകൽ മുഴുവൻ ഉപവാസം നടത്തിയാണ് റമദാനെ വരവേൽക്കുന്നത്. ഗൾഫ് നാടുകളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. വ്രതവുമായി ബന്ധപ്പെട്ട് ജോലി സമയത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം മോദി സർക്കാർ ആരംഭിച്ചതായി റിപ്പോർട്ട്. കേന്ദ്ര ധനകാര്യ കമ്മീഷനോട് ഇക്കാര്യം നിർദ്ദേശിച്ചേക്കുമെന്നാണ് വിവരം. നികുതി വിഹിതം 2026-27 സാമ്പത്തിക വർഷത്തിൽ വെട്ടിക്കുറയ്ക്കാനാണ് കേന്ദ്ര നീക്കം. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ധനകാര്യ കമ്മീഷൻ ഒക്ടോബറിൽ സമർപ്പിക്കുമെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നികുതി വിഹിതം 41% നിന്ന് 40% കുറയ്ക്കാനാണ് തീരുമാനം. സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതത്തിൽ നിന്ന് 1% കുറയ്ക്കുന്നതോടെ കേന്ദ്രത്തിന് 35,000 കോടിയോളം അധികമായി ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഉത്തര കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തി. ശത്രുക്കൾക്കുള്ള മുന്നറിയിപ്പെന്ന പേരിലാണ് മിസൈൽ പരീക്ഷണം. കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ മേൽനോട്ടത്തിലായിരുന്നു മിസൈൽ പരീക്ഷണമെന്ന കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി അറിയിച്ചു. മിസൈൽ പരീക്ഷണം സ്ഥിരീകരിച്ച് ദക്ഷിണ കൊറിയൻ സംയുക്ത സൈനിക മേധാവിയും രംഗത്തെത്തി. മിസൈൽ ട്രാക്ക് ചെയ്യാൻ സാധിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. കൊറിയയുടെ സുരക്ഷാ അന്തരീക്ഷത്തിന് ഭീഷണിയാകുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായാണ് പരീക്ഷണം നടത്തിയതെന്ന് കൊറിയ വ്യക്തമാക്കി. ചൈനയിൽ നിന്നുള്ള ചരക്കുകൾക്ക് പുതിയതായി 10% താരിഫ് ഏർപ്പെടുത്താൻ പദ്ധതിയിടുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ മാസം ആദ്യം ചൈനയ്ക്ക് മേൽ ചുമത്തിയ താരിഫിന് പുറമെയാണ് ഈ പുതിയ താരിഫ് ചുമത്തൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമിടയിലുള്ള ഇറക്കുമതിയിൽ 25% താരിഫ് ഏർപ്പെടുത്താനാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. ഈ പുതിയ നയം മാർച്ച് 4-ന് പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ്. അഴിമതി തടയാൻ പുതിയ മാർഗം നിർദ്ദേശിച്ച ഇലോൺ മസ്ക്. US കോൺഗ്രസ് അംഗങ്ങൾക്ക് ശമ്പളം വർധനവ് നടപ്പാക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം മസ്ക് നിർദ്ദേശിച്ചത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ ഇലോൺ മസ്കിന്റെ ഡോജിന് നിർണായക ചുമതലകളും നൽകിയിരുന്നു. പുതിയ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ഇലോൺ മസ്ക് എക്സിലൂടെയും പ്രതികരിച്ചിട്ടുണ്ട്. മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിലും US കോൺഗ്രസ് അംഗങ്ങൾക്കിടയിലും ഉണ്ടാകുന്ന അഴിമതി കുറയ്ക്കാൻ ഈ നീക്കം സഹായകമാകുമെന്നാണ് മസ്കിന്റെ കണ്ടെത്തൽ. മനാമയിൽ ബഹ്റൈൻ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയർ ലണ്ടൻ ഗോട്ടിക്ക് വിമാനത്താവളത്തിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ ആരംഭിക്കുന്നു. UKയുമായുള്ള രാജ്യത്തിന്റെ ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ നീക്കമാണിത്. മാർച്ച് 30 മുതലാണ് ബോയിംഗ് 789 ഡ്രീം ലൈൻ വിമാനം ലണ്ടനിലേക്ക് സർവീസ് ആരംഭിക്കുക. ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ആഴ്ചയിൽ 3 സർവീസുകൾ ഉണ്ടാകും. ബിസിനസ് ക്ലാസിൽ 26 ഫ്ലാറ്റ് ബെഡ് സീറ്റുകളുള്ള വിമാനമാണിത്. USും UKയും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ വളരെ വേഗത്തിൽ സംഭവിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സർക്കാർ സ്റ്റാർമറുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഉക്രൈൻ, വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിലെ ട്രംപിന്റെ തീരുമാനങ്ങളെക്കുറിച്ച് സ്റ്റാർമറുമായി സംസാരിച്ചു. ചാൾസ് രാജാവിന്റെ കത്ത് ട്രംപിന് സമ്മാനിച്ചുകൊണ്ടാണ് സർക്കാർ സ്റ്റാർമർ തന്റെ വൈറ്റ് ഹൌസ് സന്ദർശനത്തിന് തുടക്കം കുറിച്ചത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ പുകഴ്ത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
ഇരുവരും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപാണ് ട്രംപ് സെലൻസ്കിയെ പുകഴ്ത്തിയത്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി UK പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമറുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ പുകഴ്ത്തൽ. സമാധാനം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കായി ഇന്ന് സെലൻസ്കിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും. പ്രൊഫഷണൽ ഫെഡറൽ ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിന് തടയിട്ട് US ജഡ്ജ്. വടക്കൻ കാലിഫോർണിയയിലെ ഒരു ഫെഡറൽ ജഡ്ജാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം താൽക്കാലികമായി തടഞ്ഞത്. കൂട്ടപ്പിരിച്ചുവിടൽ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ജഡ്ജി വില്യം അൽസാപ്പ് ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റിനോട് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെക്കണമെന്ന് ഉത്തരവിട്ടു. ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് പരിധി വിട്ട് പ്രവർത്തിച്ചുവെന്നും ജഡ്ജി കൂട്ടിച്ചേർത്തു. പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ഹാർവാർഡിലും സ്റ്റാൻഫോർഡിലും നിന്ന് ബിരുദം നേടുന്ന ഇന്ത്യക്കാരെ US കമ്പനികളിൽ ജോലിയെടുക്കാൻ നിർദ്ദിഷ്ട ഗോൾഡ് കാർഡ് വിസ ഉപകരിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. $50 ലക്ഷം ഗോൾഡ് കാർഡ് ഇറക്കുന്ന കാര്യം ട്രംപ് ബുധനാഴ്ചയാണ് പ്രഖ്യാപിച്ചത്. US പൗരത്വത്തിലേക്കുള്ള പാതയാണ് ഈ വിസയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കമ്പനികൾക്ക് ഗോൾഡ് കാർഡ് വാങ്ങി ജോലിക്ക് ആളെ എടുക്കുന്നതിന് ഉപയോഗിക്കാമെന്ന് ട്രംപ് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ സൈനികരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ച് അമേരിക്ക. ഇത് സംബന്ധിച്ച മെമ്മോ പെന്റഗൺ പുറത്തിറക്കി. സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളിൽ ഇളവ് അനുവദിച്ചില്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ട്രാൻസ്ജെൻഡർ സൈനികരെ പിരിച്ചുവിടുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. അതേസമയം യുദ്ധമുഖത്ത് പോരാടാനുള്ള കഴിവുകൾ ഉള്ളവർക്ക് ഇളവുകൾ ലഭിച്ചേക്കാം. അല്ലാത്തവർക്ക് സൈന്യത്തിൽ തുടരാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ലെന്നും പെന്റഗൺ വ്യക്തമാക്കുന്നു. വടക്കൻ ഇസ്രയേലിൽ കാൽനട യാത്രക്കാർക്കിടയിൽ വാഹനം ഇടിച്ചുകയറി അപകടം ഭീകരാക്രമണമാണോ എന്ന് സംശയം. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. പ്രാദേശിക സമയം വൈകിട്ട് 4:18 സംഭവം. വടക്കൻ ഇസ്രയേലിലെ ഹൈവേ 65-ലാണ് വാഹനം കാൽനട യാത്രക്കാർക്ക് നേരെ ഇടിച്ചുകയറ്റിയത്. ഹൈഫ നഗരത്തിന് തെക്ക് കാർക്കുൺ ജംഗ്ഷനിൽ വെച്ച് ഇസ്രയേൽ പോലീസ് സേന സംശയം തോന്നിയ ഒരു വാഹനവും അക്രമത്തിന് ഉത്തരവാദിയെന്ന് സംശയിക്കുന്ന ഒരാളെയും പിടികൂടിയതായി അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ കിഴക്കൻ നഗരമായ ബുക്കാവുവിൽ വ്യാഴാഴ്ച M23 വിമത നേതാവ് കോർനെലി നങ്ക നടത്തിയ ബഹുജന റാലിയിൽ ആക്രമണം, വെടിവെപ്പും സ്ഫോടനവും ഉണ്ടായതിനെ തുടർന്ന് നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം സംബന്ധിച്ചുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. പ്രസിഡന്റ് ഫെലിക്സ് ഷിസേക്കെതിയാണ് ആക്രമണത്തിന് ഉത്തരവിട്ടതെന്ന് കോർനെലി നങ്ക ആരോപിച്ചു. തനിക്ക് പരിക്കേറ്റിട്ടില്ലെന്നും കിഴക്കൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയ വിമത ഗ്രൂപ്പിലെ മറ്റു അംഗങ്ങൾ സുരക്ഷിതരാണെന്നും നങ്ക പറഞ്ഞു. പ്രശസ്ത ഹോളിവുഡ് നടി മിഷേൽ ട്രാസ്റ്റൻബർഗിനെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബുധനാഴ്ച രാവിലെ 8 മണിയോടെ മാൻഹാട്ടനിലെ അപ്പാർട്ട്മെന്റിലാണ് നടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നടിയുടെ മരണം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമല്ലെങ്കിലും അടുത്തിടെ അവർക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. മിഷേൽ ട്രാസ്റ്റൻബർഗ് സ്വകാര്യ ഫ്ളാറ്റിൽ തനിച്ചായിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും വിളിച്ചിട്ടും പ്രതികരണം ലഭിക്കാത്തതിനെ തുടർന്നാണ് അവർ പോലീസിൽ വിവരം അറിയിച്ചത്. ഓസ്കാർ ജേതാവായ നടൻ ജീൻ ഹാക്മാനും ഭാര്യയും ക്ലാസിക്കൽ പിയാനിസ്റ്റുമായ ബെറ്റിനി അരക്കാവയെയും ബുധനാഴ്ച വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സാന്താഫെ ന്യൂ മെക്സിക്കന് കൗണ്ടി ഷെരീഫ് അദാൻ മെൻഡോസ നൽകിയ പ്രസ്താവനയിൽ ദമ്പതികളുടെ മരണത്തിന് അന്വേഷണം നടക്കുകയാണെന്ന് വ്യക്തമാക്കി. US ന്യൂ മെക്സിക്കോയിലെ സാന്റാഫെയിലാണ് ഇവർ താമസിച്ചിരുന്നത്. മരണകാരണവും മരണസമയവും അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിട്ടില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി മോഷണത്തിന് പിന്നിൽ ഉത്തര കൊറിയയാണെന്ന് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FBI. ദുബായ് ആസ്ഥാനമായ സംസ്ഥാനത്തിന്റെ $150 കോടി മൂല്യമുള്ള എഥറിയം ക്രിപ്റ്റോ കറൻസിയാണ് ഉത്തര കൊറിയയുടെ ട്രേഡർ ട്രെയിനർ എന്നറിയപ്പെടുന്ന ഹാക്കർമാർ മോഷ്ടിച്ചത്. ലിസാറത്ത് ഗ്രൂപ്പ് എന്നും ഈ സംഘം അറിയപ്പെടുന്നുണ്ട്. മോഷ്ടിച്ച കോയിനുകളിൽ ചിലത് വിൽപ്പന നടത്തി ആയിരക്കണക്കിന് വ്യത്യസ്ത ആളുകളുടെ പേരിൽ ബിറ്റ്കോയിൻ ഉൾപ്പെടെ വാങ്ങുകയും ചെയ്തു. ഈ ക്രിപ്റ്റോ കറൻസികൾ പിന്നീട് വിൽപ്പന നടത്തി കറൻസിയാക്കാനാണ് ഹാക്കർമാരുടെ ലക്ഷ്യമെന്നും FBI ആരോപിച്ചു. UAE സെൻട്രൽ ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനമായ അൽ ഇത്തിഹാദ് പേയ്മെന്റ്സ് രാജ്യത്തെ ആദ്യത്തെ ആഭ്യന്തര കാർഡ് സ്കീമായ ജയ്വാൻ പുറത്തിറക്കി. ഇതോടെ മാസ്റ്റർ കാർഡും വിസ കാർഡും അന്താരാഷ്ട്ര തലത്തിൽ വാഗ്ദാനം ചെയ്യുന്നത് പോലുള്ള ദേശീയ പേയ്മെന്റ് സംവിധാനം UAEക്കും സ്വന്തം. ഡിജിറ്റൽ പേയ്മെന്റ് ഓപ്ഷനുകൾ വികസിപ്പിക്കാനുള്ള UAEയുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന ഈ സംവിധാനം ഇപ്പോൾ പ്രാദേശികമായും അന്തർദേശീയമായും ഉപയോഗത്തിന് സജ്ജമാണെന്ന് UAEയുടെ ഔദ്യോഗിക വാർത്താ റിപ്പോർട്ട് ചെയ്തു. റമദാൻ മാസത്തിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുബായിലെ സ്വകാര്യ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനം തിരഞ്ഞെടുക്കാം. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുവാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. അതേസമയം വെള്ളിയാഴ്ചകളിൽ നേരിട്ടുള്ള നിബന്ധന പരീക്ഷകൾ ഉള്ള വിദ്യാർത്ഥികളെ ഈ ക്രമീകരണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരം വിദ്യാർത്ഥികൾ നിർബന്ധമായും സ്കൂളിൽ നേരിട്ട് ഹാജരാകണം. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്.
നിലവിലെ ധനകാര്യ സെക്രട്ടറിയും IAS ഉദ്യോഗസ്ഥനുമായ തുഹിൻ കാന്ത പാണ്ഡെയെ പുതിയ സെബി ചെയർമാനായി നിയമിച്ചു. മാധബി ബുച്ചിന്റെ പ്രവർത്തന കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്നാണ് നേതൃമാറ്റം. ഇതോടെ 4 സാമ്പത്തിക നിയന്ത്രണ ഏജൻസികളിൽ 3 IAS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആവുകയാണ്. ദീപക് മൊഹന്തി നേതൃത്വം നൽകുന്ന പെൻഷൻ നിയന്ത്രണ ഏജൻസി മാത്രമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇനി കേരള ഹൈലൈറ്റ്സ്. മതവിദ്വേഷ പരാമർശ കേസിൽ BJP നേതാവ് PC ജോർജിന്റെ ജാമ്യം. ഈരാറ്റുപേട്ട മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. ഇന്നലെ വാദം കേട്ട കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. റിമാൻഡിലായ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 109.95 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.37 രൂപ, ഒരു യൂറോ 90.78 രൂപ, ഒരു പൗണ്ട് 1.26 US ഡോളർ. ഇനി സ്പോർട്സ്. വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് 3ാം തോൽവി. പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരായ ഗുജറാത്ത് ജയന്റ്സ് ആണ് RCBക്കെതിരെ 6 വിക്കറ്റ് ജയം നേടിയത്. ബംഗളൂരു ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് 4 വിക്കറ്റ് നഷ്ടത്തിൽ 16.3 ഓവറിൽ വിജയം കണ്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകമെമ്പാടും പുണ്യ റമദാൻ വ്രതാരംഭത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏറ്റവും അനുഗ്രഹീതവും പുണ്യവും ആത്മീയവുമായ മാസമാണ് റമദാൻ. ജോലിസ്ഥലത്തും സ്കൂളുകളിലും പ്രത്യേക ക്രമീകരണങ്ങൾ. സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം മോദി സർക്കാർ. ഇക്കാര്യം കേന്ദ്ര ധനകാര്യ കമ്മീഷനോട് നിർദ്ദേശിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഉത്തര കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തി. ശത്രുക്കൾക്കുള്ള മുന്നറിയിപ്പെന്ന പേരിൽ കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ മേൽനോട്ടത്തിലായിരുന്നു മിസൈൽ പരീക്ഷണം. ചൈനയിൽ നിന്നുള്ള ചരക്കുകൾക്ക് പുതിയതായി 10% താരിഫ് ഏർപ്പെടുത്താൻ പദ്ധതിയിടുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ മാസം ആദ്യം ചൈനയ്ക്ക് മേൽ ചുമത്തിയ താരിഫിന് പുറമെയാണ് ഈ പുതിയ താരിഫ് ചുമത്തൽ. അഴിമതി തടയാൻ പുതിയ മാർഗം നിർദ്ദേശിച്ച ഇലോൺ മസ്ക്. US കോൺഗ്രസ് അംഗങ്ങൾക്ക് ശമ്പള വർധനവ് നടപ്പാക്കണമെന്ന മസ്കിന്റെ നിർദ്ദേശം. US-ഉം UK-യും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ വളരെ വേഗത്തിൽ സംഭവിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സർ കെയർ സ്റ്റാർമറുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ. പ്രൊബഷണറി ഫെഡറൽ ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിന് തടയിട്ട് US ജഡ്ജ്. ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം താൽക്കാലികമായി തടഞ്ഞത് വടക്കൻ കാലിഫോർണിയയിലെ ഫെഡറൽ ജഡ്ജ്. UAE സെൻട്രൽ ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനമായ അൽ ഇത്തിഹാദ് പേയ്മെന്റ്സ് രാജ്യത്തെ ആദ്യത്തെ ആഭ്യന്തര കാർഡ് സ്കീമായ ജയ്വാൻ പുറത്തിറക്കി. ദേശീയ പേയ്മെന്റ് സംവിധാനം UAEക്കും സ്വന്തം. പുതിയ സെബി ചെയർമാനായി നിലവിലെ ധനകാര്യ സെക്രട്ടറിയും IAS ഉദ്യോഗസ്ഥനുമായ തുഹിൻ കാന്ത പാണ്ഡെയെ നിയമിച്ചു. നിയമനം മാധബി ബുച്ചിന്റെ പ്രവർത്തന കാലാവധി അവസാനിച്ചതോടെ. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.